ഹായ്, അടുത്തൊരു ചെറിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നേ കുറച്ച് കേദറയുടെ തല കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തലക്കറി ഉണ്ടാക്കാൻ പോവാം. തല വറ്റിച്ചത് തലക്കറി കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. ചെറിയൊരു വീഡിയോ ആണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റിനൊക്കെ ഒന്നും കുറവില്ലല്ലോ, ഒക്കെ ടേസ്റ്റ് തന്നെ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇതിലേക്ക് തക്കാളി ഇടുക. തലക്കറി എന്നിട്ട് തക്കാളി ഒരു 1.5 തക്കാളി കേട്ടോ. പക്ഷെ ഞാൻ ആദ്യം മുറിച്ച് വെച്ചിട്ടുണ്ട്, അങ്ങനെ നോക്കണ്ട. 1.5 തക്കാളി. രണ്ടായി. അപ്പോൾ 2 തക്കാളി കേട്ടോ. 2 തക്കാളി ഇടുക ഇതിലേക്ക്. കേദറയുടെ തല. കേദറ എന്നാൽ ഞങ്ങൾ ചൂതാൻ്റെ ഏട്ടെന്നൊക്കെ പറയും കേദറയ്ക്ക്. ഇനി മഞ്ഞൾപ്പൊടി ഇടുക. അതിക്ക് വേണ്ട മഞ്ഞൾപ്പൊടി ഒരു 1.5 സ്പൂൺ മഞ്ഞൾപ്പൊടി. 1.25 ആയാലും കുഴപ്പമില്ല. പച്ചമുളക് ഇടുക. സാധാ ഒരു സിമ്പിൾ വറ്റിക്കലാണ് കേട്ടോ. 1 2 3 4 പച്ചമുളക് ഇടുന്നുണ്ട് കേട്ടോ. 3 മതിയോ? അത് നല്ല എരിവുള്ള പച്ചമുളക്, അപ്പം 3 മതി. പിന്നെ കാശ്മീരി മുളക് പൊടി. നല്ല കുറുക്കം കിട്ടാൻ കേട്ടോ, നല്ല ഗ്രേവി ഉണ്ടാവാനാണ് നമ്മൾ കാശ്മീരി മുളക് പൊടി. എരിവുള്ള മുളക് പൊടി ആകുമ്പോൾ എരിവ് ഉണ്ടാവുള്ളൂ, ഗ്രേവി ഉണ്ടാവില്ല. ഇതാകുമ്പോൾ എരിവ് പേടിക്കും വേണ്ട, നമുക്ക് നല്ല ഗ്രേവി ഉണ്ടാവും ചെയ്യും. നല്ല കുറുങ്ങനെ കിട്ടും. 2 സ്പൂൺ കിട്ടും. തലക്കറി ആകുമ്പോൾ നല്ല കുറുങ്ങനെ കിട്ടും. സച്ചുവിന് എല്ലാം ഇഷ്ടമാണ്. സച്ചുവിന് മാത്രമല്ല കേട്ടോ, എല്ലാവർക്കും ഇഷ്ടം. നല്ല പുളിമുളകൊക്കെ അങ്ങോട്ട് ഇട്ട് വെച്ചാണ്ടല്ലോ, അടിപൊളിയാണ്. അപ്പോൾ കുരുമുളക് കുറച്ച് അധികം. കുരുമുളക് പൊടി ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി കേട്ടോ. എല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്തിട്ടുണ്ട് വെക്കുക. നല്ല ടേസ്റ്റ് കേട്ടോ. അങ്ങനെ ഉണ്ടാക്കാത്തവരൊക്കെ അങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെക്കുള്ളൂ കേട്ടോ. ഇനി പുളി ഉപ്പ് ഇടുന്നുണ്ട്, പുളി ഇടുന്നുണ്ട്. പാകത്തിന് ഉപ്പ് മതി. ഉപ്പില് മതി. ഈ പുളിയിൽ കുറച്ച് ഉപ്പുള്ള പുളിയാണ്. അപ്പോൾ ഉപ്പിടുമ്പോൾ കുറച്ച് സൂക്ഷിക്കും. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അല്ലേ, നിങ്ങളെ വീട്ടിലുള്ള പുളിയൊന്നും ഉപ്പൊന്നും ഇല്ലാത്ത പുളിയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് കുറച്ച് ഉപ്പുള്ള പുളിയാണ്. അപ്പോൾ നമ്മൾ ഉപ്പ് ഇടുമ്പോൾ സൂക്ഷിച്ചിടുക. ഉപ്പ് കയറി കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും പറ്റില്ല. ഈ പുളി ഇങ്ങനെ നല്ലോണം പിഴിഞ്ഞിട്ട് എന്താ പുളി അങ്ങനെ ഒഴിക്കുക. നല്ല ഉസാറ് പുളിയാണ്. ആ ഉപ്പും കൂടിയുള്ള പുളിയാകുമ്പോൾ നല്ല വെറുതെ തിന്നാനും നല്ല രസമാണ്. പുളി ഇങ്ങനെ ഇതെല്ലാം കൂടി കൈ കൊണ്ട് ഇങ്ങനെ നല്ലോണം കൈ കൊണ്ട് നല്ല മിക്സ് വല്ല മെല്ലേനാക്കണം. കൈമ മുള്ളൊക്കെ കുത്തി കയറും. അപ്പോൾ മെല്ലേനാക്കി അതിട്ടോ നല്ലോണം അങ്ങനെ മിക്സ് ചെയ്യുക കൈ കൊണ്ട്. ഇതാണ് അങ്ങനെയാണ് ഞങ്ങൾ തലക്കറി വയ്ക്കുക. ഞങ്ങളെ വീട്ടിൽ കേട്ടോ. ചീനമുളക് ഇടണോ? പച്ചമുളക് ഇട്ടില്ലേ? പച്ചമുളക് ഇട്ടോ. ഇവിടെ വെള്ള ചീനമുളകും കാന്താരി മുളകൊക്കെ ഉണ്ടാകുന്നത്, ഞങ്ങളതൊക്കെ വേണമെങ്കിൽ ഇടാം. അപ്പോൾ ഉപ്പുണ്ടോ നോക്കാം. ഉപ്പുണ്ട്. ഇനി നമ്മൾ ഇത് അടുപ്പത്തേക്ക് വെക്കുക. ഇതാ മുളക്. കണ്ടാൽ തന്നെ തിന്നാൻ തോന്നില്ല. ഇത് സുർക്കയിലിട്ടേക്കണം. അടിപൊളിയാവും. എന്നിട്ട് ചോറൊക്കെ തിരുമ്പോൾ അതിന് 1 മതി. ചോറ് പോണ വഴി അറിയില്ല. ഇനി ഇത് നമുക്ക് അടുപ്പ് കത്തിക്കട്ടോ. അടുപ്പ് കത്തിക്കുക. ഇനി അത് ചെറിയ തീരെ വേവിക്കുക. 5 മിനിറ്റ് എനിക്കറിയില്ല. ഒരു 5 മിനിറ്റ് ഇങ്ങനെ അടച്ചിട്ട് വേവിക്കട്ടോ. അടിപൊളി തലക്കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കണം. ചോറ് കഴിക്കാൻ നമുക്ക് നല്ല ടേസ്റ്റാണ്. അപ്പൊ അത് കാണിക്കാൻ വേണ്ടിട്ട് അരിഞ്ഞോണ്ടിരിക്കുക. അപ്പൊ ഇന്നത്തെ എന്താ പറയാ ഉച്ചയൂണിന്റെ സ്പെഷ്യലാണ്. നല്ല അടിപൊളി കേദറ തലക്കറി വറ്റിച്ചത്. പിന്നെ നല്ല നമ്മളെ വീട്ടിൽ നിന്ന് പറിക്കുന്ന നാടൻ ചീര താളിപ്പ്. പിന്നെ നല്ല അടിപൊളി ചീനമുളക് വറുത്തത്. അതാ മീനിന്റെ അതായത് കൂടാ മീനിന്റെ കൂടെ വറുത്തതാണ് വെള്ളച്ചീനമുളക്. അത് നമ്മളെ വീട്ടിലുണ്ടായതാണ്.
അതിക്ക് നല്ല അടിപൊളി മോര് കറി, പിന്നെ തലമുളക് ഇട്ടത്. അമ്മ ചോറ് കഴിക്കാണ് കേട്ടോ. ചോറ് കഴിക്കാം. ചീനമുളക് വെള്ളം വറുത്തത്, മത്തി വറുത്തത്. മക്കളെ ഇതൊക്കെ ഒന്ന് കൂട്ടിയാണ് തിന്നോക്കാണി. വെള്ളം അറിയണ്ട അറിയില്ല. നല്ല ടേസ്റ്റാ. ഞാൻ തിന്നട്ടെ. അമ്മക്ക് വിശന്നിട്ടേ ഞാൻ തിന്നോ കുടല് കഴിക്കണ്ടത്രേ. അപ്പൊ അമ്മ കഴിച്ചോട്ടെ. ഞാൻ ഇപ്പൊ ചായ വെച്ചിട്ട് അധികം നേരം ആയിട്ടില്ല. ഞാൻ ചായയുടെ ഒരു സമയമാണ്. അവിടെ വിശക്കണില്ല. അപ്പൊ ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ അമ്മ കഴിക്കുക. അമ്മ കഴിച്ചോട്ടെ. ഞാനിവിടെ വേറെ പണിയില്ല. ചീര. അപ്പൊ ഇന്നത്തെ ചെറിയ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. വീണ്ടും നല്ല വീഡിയോ നല്ല കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സപ്പോർട്ട് ഉണ്ടാവണം. എന്നാ ശരി, അടുത്ത വീഡിയോ കാണാം. ബൈ.